ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പാർട്ടി പുതുക്കി നൽകുന്നില്ല. 4-5 വർഷമായിട്ട് ബിനീഷ് കോടിയേരി പാർട്ടിയുടെ പുറകെ നടക്കുകയാണ്. പലതവണ അപേക്ഷ കൊടുത്തിട്ടും പാർട്ടി പുതുക്കുന്നില്ല. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പോലും ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കുന്നില്ല. എന്താണ് സർ ബിനീഷ് കോടിയേരിയോട് ഇല്ലെങ്കിൽ കോടിയേരിയുടെ കുടുംബത്തോട് എം.വി. ഗോവിന്ദന് ഇത്ര വൈരാഗ്യം? അല്ല, അതിന് വൈരാഗ്യം ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ചിലപ്പോൾ തോന്നുന്നു ഈ പറയുന്ന മയക്കുമരുന്ന് കേസിൽ അദ്ദേഹം ബിനീഷ് പ്രതിയായതിൻ്റെ പേരിൽ മാത്രം. അങ്ങനൊന്നുമല്ല. ഈ പണിയൊക്കെ നേരത്തെ തന്നെ ബിനീഷ് ചെയ്തിരുന്നു. ബിനീഷ് നേരത്തെ ഇത്തരം പണികൾ ചെയ്തിരുന്നു. കോടതിയിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ കുറ്റവിമുക്തനാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ വശമാണ്. എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ മയക്കുമരുന്ന് കച്ചവടം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇത്ര വലിയ വാർത്തയാണോ? പക്ഷേ ഇതിൻ്റെ പ്രശ്നം അവിടെയല്ല. യഥാർത്ഥമായിട്ട് കോടിയേരി ബാലകൃഷ്ണനും ഈ പറയുന്ന എം.വി. ഗോവിന്ദൻ മാഷും തമ്മിലുള്ള തർക്കമില്ലേ, അവർ തമ്മിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. അത് ഏകദേശം എം.വി. രാഘവൻ്റെ കാലം തുടങ്ങിയതാണ്. എം.വി. രാഘവൻ്റെ ബദൽ രേഖയുടെ സൂത്രധാരന്മാരിൽ ഒരാൾ അന്നത്തെ KSYFിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള എം.വി. ഗോവിന്ദനാണ്. ഈ ഗോവിന്ദൻ അന്ന് തന്നെ ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഗോവിന്ദൻ, ദക്ഷിണാമൂർത്തിയൊക്കെ അടങ്ങുന്ന ടീമാണ് ഈ പറയുന്ന ബദൽ രേഖ ഉണ്ടാക്കിയത്. അങ്ങനെ ബദൽ രേഖ ഉണ്ടാക്കിയ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ഇവരുടെ കൂടെയാണ്. പിണറായി വിജയൻ അവരെ കുന്നിച്ചാണ്. അവർ ബദൽ രേഖയ്ക്കെതിരാണ്. അന്ന് തുടങ്ങിയിരിക്കുന്നൊരു ശത്രുതയാണ് ശരിക്കും ഇക്കാര്യത്തിലുള്ളത്. ഈ ശത്രുത അങ്ങനെ വളർന്ന് വലുതായി ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഇവരും വലിയ വൈരത്തിലാണ്. വലിയ ഒരു പരസ്പര മത്സരത്തിലാണ് ഇവർ. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, TK ഗോവിന്ദൻ അവിടെ തളിപ്പറമ്പിൽ നിന്ന് ജയിച്ചു. തോൽപ്പിച്ചത് നമ്മുടെ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയായിട്ടുള്ള ശ്യാമളയെ തോൽപ്പിച്ചത്. ആ ശ്യാമളയെ തോൽപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് എവിടേക്കാണ് ഇദ്ദേഹം പോയത്? എവിടേക്കാ TK ഗോവിന്ദൻ? നേരെ കോടിയേരിയുടെ വീട്ടിലേക്കാണ്. ഇന്ന് മാത്രമല്ല, കോടിയേരിയുടെ ഭാര്യ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ വീട്ടിൽ പലരും വരുന്നവരൊന്നും വരണ്ടെന്ന് ഞാൻ പറയില്ല, ആര് വീട്ടിലൊന്നും ഞാൻ അവരൊക്കെ മാന്യമായി സ്വീകരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം പ്രധാനമായിട്ട് TK ഗോവിന്ദന് കോടിയേരി ബാലകൃഷ്ണനോട് താല്പര്യമുണ്ട്. അതിൻ്റെ പേര് അദ്ദേഹം വിളിക്കുന്നു, അദ്ദേഹം സ്ഥലത്തേക്ക് വരുന്നു, അദ്ദേഹത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വളരെ സ്നേഹത്തോടുകൂടി കൊണ്ട് സ്വീകരിക്കുന്നു. അദ്ദേഹം ആ വീട്ടിലിരിക്കുന്നു, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, കുടുംബസമേതനായിട്ടാണ് അദ്ദേഹം വന്നത്. ഇതൊക്കെ ഒരു വസ്തുത മാത്രമാണ്. സാധാരണ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ വേറെ ആരെങ്കിലും അവർ സ്വീകരിക്കുമോ? ഇതങ്ങനെയില്ല. ഇത് അതിശക്തമായ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഞാൻ വേറെന്ന് പറഞ്ഞില്ല, ഇപ്പം കുഞ്ഞികൃഷ്ണനുണ്ട്, പയ്യന്നൂരിൽ നിന്നുള്ള ആള്. ടിയാൻ അവിടെ മത്സരിച്ച് ജയിച്ചു. ആ പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ചിട്ട് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത്. അവിടെ ഇതിനു മുമ്പ് 40,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്ന മധുസൂദൻ അല്ലേ അയാളുടെ പേര്, അയാളെ തോൽപ്പിച്ചാണ് ജയിക്കുന്നത്. ഈ പറയുന്ന ആള് ഒരു പുസ്തകം എഴുതിയിരുന്നു, നേതൃത്വം അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന പുസ്തകത്തിന്റെ പേര്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപകമായിട്ട് നടക്കുന്നതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ ഒരു വലിയൊരു പതനത്തിന്റെ വക്കിലാണ്. അവർ മറ്റു പ്രസ്ഥാനങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നൊരു കാലഘട്ടമാണത്. കാരണം നേതൃത്വത്തിൻ്റെ വഴിപിഴച്ച പോക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വളരെ ആശങ്കാകുലരാണ്. അത് കേരളത്തിൽ വ്യാപകമായിരിക്കുന്ന പ്രശ്നമാണ്. അത് ഏത് തരത്തിലാണ് ഒരു സമയത്ത് ബംഗാളിലും പിന്നെ പിൽക്കാലത്ത് ത്രിപുരയിലും വന്നത്, സമാനമായിട്ടുള്ള സംഭവവികാസങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് പാർട്ടി എപ്പോഴും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. ഇതെക്കാലത്തും പാർട്ടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെ പറയട്ടെ. 939 കേരളത്തിൽ ഈ സാധനം അവിടെ പാറപ്പുറത്ത് ആരംഭിക്കുന്നത്. അതിൻ്റെ ചരിത്രം ശരിക്കും എങ്ങനെയാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ 4 പേരാണ് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത്. 4 സംഘം എന്നാ അതിന് പേരിട്ടത്. ആരൊക്കെയാ 4 സംഘത്തിൽ? ഒന്ന് P കൃഷ്ണപിള്ള, രണ്ടാമത്തെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, മൂന്നാമത്തെ NC ശേഖർ, നാലാമത്തെ K ദാമോദരൻ. ഞാൻ ചോദിക്കട്ടെ, ഈ 4 പേരിൽ EMS ഒഴിച്ചുള്ള മറ്റു 3 പേരുടെയും അവസ്ഥ പിന്നെ എന്തായി? P കൃഷ്ണപിള്ളയുടെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത്തെ NC ശേഖരന്റെ അവസ്ഥ എന്തായി? അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയല്ലോ. അദ്ദേഹം നക്സൽ ബാരികളുടെ കൂടെ പോയല്ലോ. പിന്നെ പിൽക്കാലത്ത് ഗതി കിട്ടാതെ മടങ്ങി വന്നു എന്നുള്ളത് വസ്തുതയായിരിക്കാം. ചിലപ്പോൾ സമാനമായ രീതിയിലാണ് K ദാമോദരൻ്റെ അവസ്ഥ. ആ K ദാമോദരനാണ് ആ ഒരു സമയത്ത് അദ്ദേഹം ഭാരതീയ ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം പറഞ്ഞു. ഉടനെ EMS അദ്ദേഹത്തെ വിളിച്ചു. വേദാന്തി ദാമോദരൻ എന്ന് വിളിച്ചാരാ? EMS വിളിച്ചത്. അങ്ങനെ EMSനെ പോലുള്ള ആളുകൾ അത്തരം പേരിട്ട് തൻ്റെ 4 സംഘത്തിലുണ്ടായിരുന്ന 3 പേരെയും ഒതുക്കി കൂട്ടിയത് സാക്ഷാൽ ഏലംകുളത്ത് മനക്കില് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പിണറായി വിജയനും ഗോവിന്ദ മാഷൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന. അതാണ്, അവർക്ക് താല്പര്യമില്ലാത്തവരാരായാലും കൊള്ളാം. അത് കോടിയേരി ബാലകൃഷ്ണനായാലും കൊള്ളാം, അത് MV രാഘവനായാലും കൊള്ളാം, ആരൊക്കെയാണെങ്കിൽ പോലും ഈ തരത്തിൽപ്പെട്ട ആളുകളെ എങ്ങനെ ഒതുക്കണം എന്നവർക്ക് നന്നായിട്ടറിയാം. അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത് MV രാഘവൻ തൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. MV രാഘവൻ ഒരു ദിവസം ചായ കുടിക്കാൻ വേണ്ടി കണ്ണൂർക്ക് പാർട്ടി ഓഫീസിൽ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു.
VS അച്യുതാനന്ദൻ താല്പര്യമെടുത്താണ് ചർച്ചയ്ക്ക് വന്നത്. ആ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും ചായ കൊടുത്തു. അന്ന് ഉണ്ടായിരുന്ന 10-12 പേര് ചർച്ചയ്ക്ക് വന്നവർ എല്ലാവരും ചായ കുടിച്ചു. രാഘവൻ മാത്രം ചായ കുടിച്ചില്ല. ഉടനെ തന്നെ രാഘവനോട് പിണറായി വിജയൻ ചായ ഗ്ലാസ്സിൽ എടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് രാഘവൻ പറഞ്ഞു, ഞാൻ ഈ ചായ കുടിക്കൂല, ഇതിനകത്ത് നീ വിഷം കലക്കിയിടണം എന്നുള്ളത് എനിക്കെങ്ങനെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ സ്വന്തം പാർട്ടിയെ സംബന്ധിച്ച് അതിനുവേണ്ടി ജീവിതം കൊടുത്ത, അതിനുവേണ്ടി മാത്രം ജീവിച്ച MV രാഘവന്റെ CPM-നെ കുറിക്കുന്ന സങ്കല്പം ശരിക്കതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ അവർ വിഷം കലക്കി കൊടുക്കാൻ മടിക്കില്ല, ചായയിലാണെങ്കിലും. പക്ഷേ ഭാഗ്യവശാല് ബിനീഷ് കോടിയേരിക്ക് ചായ ഇതുവരെ കൊടുത്തിട്ടില്ല അവരാരും. അപ്പം നാളെ ബിനീഷ് കോടിയേരിക്ക് ഈ പാർട്ടി അംഗത്വം കൊടുത്തിട്ടില്ല എന്നുള്ള എനിക്കൊരു വാർത്തയായിട്ട് തോന്നുന്നില്ല. ഈ വാർത്തയ്ക്ക് അപ്പുറം ഒരുപക്ഷെ കോടതി എത്ര വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞാലും, കോടതി വെറുതെ വിട്ടാലും പാർട്ടി നേരത്തെ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അത് ഗോവിന്ദൻ നേരത്തെ തന്നെ തീരുമാനിക്കുന്നുണ്ട്, പിണറായി നേരത്തെ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ആ തീരുമാനിക്കുന്ന ആളുകൾക്കൊന്നും പാർട്ടി അംഗത്വം കിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, ശരിയാണ്. പക്ഷേ കുടുംബം പാർട്ടിയുടെ കൂടെയല്ല, കുടുംബം പാർട്ടിക്കെതിരാണ്. EK നായനാരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ ഉള്ളത്? EK നായനാരുടെ കുടുംബം പാർട്ടിയുടെ കൂടെയാണോ? അല്ലല്ലോ. അങ്ങനെ പാർട്ടിയുടെ കൂടെ അല്ലാത്ത ആളുകൾക്കൊക്കെ ഇനി ചായ കൊടുക്കാതിരുന്നാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരെങ്ങാൻ ചായ കൊടുത്താൽ ഈ പറയുന്ന ആളുകൾ പിടഞ്ഞു വീണ് അവിടെ മരിക്കുന്നു എന്നുള്ളതല്ലാതെ കണ്ട് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഈ പറയുന്ന മെമ്പർഷിപ്പ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ബിനീഷ് കോടിയേരിക്ക് മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് ബിനീഷ് കോടിയേരി കണക്കിലെടുക്കണം, അദ്ദേഹം മനസ്സിലാക്കണം. ഗോവിന്ദൻ പറഞ്ഞു അത്രേ, പിന്നീട് പരിഗണിക്കുക, അത് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതിന് വ്യക്തമായ ഒരു ഉത്തരമോ ഇല്ലെങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കുമോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇതിന് എൻ്റെ പ്രതീക്ഷ ഇനി വല്ല ചായ കൊടുക്കുമെന്ന് എൻ്റെ സംശയമുള്ളത്. ഈ രാഘവന് കൊടുക്കാൻ പോയ ചായയില്ലേ, അല്ലെങ്കിൽ P കൃഷ്ണപിള്ളയ്ക്ക് കൊടുത്ത ചായ, ഈ പറയുന്ന ചായ കൊടുത്താൽ അതോടൊരു ബിനീഷ് കോടിയേരിയുടെ പണിക്കുറ്റം കഴിയും. അങ്ങനെ ചായ കൊടുത്ത് പിന്നെ അത് രക്തസാക്ഷിയായിക്കൊണ്ട് പിന്നെ അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം അതാണ്. 971 അവിടെ വലിയൊരു കലാപം നടന്നിരുന്നു, ഹിന്ദു മുസ്ലിം സംഘർഷം എന്നൊക്കെ അതിന് പേര് പറഞ്ഞ്. ആ സംഘർഷത്തിന് മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാരാ തലശ്ശേരി കലാപം. അതിനെക്കുറിച്ച് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പേര് ഷാപ്പിൻ്റെ അവിടെ നിന്ന് കൊച്ചുകുട്ടന്, എന്തായാലും പേര് ഒരാളുണ്ട്, കുഞ്ഞിരാമൻ. ഞങ്ങളുടെ കുഞ്ഞിരാമൻ പള്ളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ പിടഞ്ഞു വീണ് മരിച്ചു എന്നാണ്. അങ്ങനെയൊന്നും അല്ല ചരിത്രം. അവിടെയുള്ള കള്ള് ഷാപ്പിൽ കള്ളു കുടിച്ചിട്ട് പണം കൊടുക്കാതിരുന്ന കുഞ്ഞിരാമൻ അവിടെ ജനങ്ങൾ തല്ലിക്കൊന്നാണ് അയാളെ. ഈ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടൊന്ന് പരിശോധിക്കുക. അതിനകത്ത് എവിടെ കുഞ്ഞിരാമൻ്റെ ചരിത്രമുള്ളത്? എവിടെ ചരിത്രമുള്ളത്? കേരളത്തിന് നിയമസഭയിൽ PT തോമസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കുഞ്ഞിരാമൻ്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള കുഞ്ഞിരാമന്മാരാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബിനീഷ് കോടിയേരി മനസ്സിലാക്കേണ്ട വസ്തുത, പാർട്ടി അംഗത്വം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ബിനീഷ് കോടിയേരിയുടെ ഭാഗ്യമായിട്ട് അദ്ദേഹം കരുതണം. അത് ഗോവിന്ദൻ പറയുന്ന പോലെ നാളെ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് ചായ കുടിക്കാൻ വിളിക്കും. ആ ചായ കുടിക്കാൻ വിളിക്കുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ മനസ്സിലാക്കേണ്ട വസ്തുത, തൻ്റെ മുത്തച്ഛനായിരിക്കുന്ന രാജഗോപാല്, അദ്ദേഹം തലശ്ശേരി MLA ആണ്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അപകടം പറ്റിയത് എന്നുള്ള കൂടി ഒരു പഠിക്കേണ്ടതാണ്. ആര് വച്ച ബോംബിലാണ്? RSSകാരൻ കൊടുത്ത ബോംബിലാണോ? BJPക്കാരൻ കൊടുത്ത ബോംബിലാണോ? കോൺഗ്രസ്സുകാരൻ കൊടുത്ത ബോംബിലാണോ? അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് താഴെ വീണ് പൊട്ടിത്തെറിച്ച ആ ബോംബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോംബായിരുന്നു. അതിൽ കൈ നഷ്ടപ്പെട്ട എൻ്റെ പേരക്കുട്ടിയാണ് ബിനീഷ് കോടിയേരി. ആ ബിനീഷ് കോടിയേരിക്ക് ഒരു കാരണവശാലും പാർട്ടി അംഗത്വം കിട്ടാൻ സാധ്യതയില്ല. അത് കിട്ടുന്നതിനേക്കാൾ നല്ല ആത്മഹത്യ ചെയ്യലാണ്. അതുകൊണ്ട് ബിനീഷ് കോടിയേരി അത്തരം ഒരു ആത്മഹത്യക്ക് ഇനി മുതിരില്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഉറപ്പായും അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.